പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് +1 കെമിസ്ട്രിയിലെ ചില ഭാഗങ്ങളൊന്ന് പഠിക്കാം. നമ്മൾ മോൾ എന്താന്ന് പഠിച്ചു ഇല്ലേ? ഇനി മോള് പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. എന്താ മോൾ എന്നറിയാം, അത് തുല്യമെണ്ണം ഉണ്ടായിരിക്കും അല്ലേ? ഏതൊരു എലമെന്റിന്റെയും ഓരോ മോൾ എടുക്കുകയാണെങ്കിൽ അതിലെല്ലാത്തിലും തുല്യ എണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക എന്നറിയാം അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ അത് തുല്യ എണ്ണം ഉണ്ടായിരിക്കുകയെന്ന്. ഇപ്പോൾ ഒരു മോൾ ഹൈഡ്രജനിൽ എത്ര ആറ്റംസ് ആണ് ഉണ്ടായിരിക്കുക? ഒരു മോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ, ഒരു ഗ്രാം മോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ എത്ര ആറ്റം ഉണ്ടായിരിക്കല്? എത്ര ആറ്റം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.02 × 10⁻23 ആറ്റംസ് ആണ് ഉണ്ടായിരിക്കുക. 1 ഗ്രാം ഓക്സിജൻ എടുക്കുകയാണെങ്കിലും അതിൽ എത്ര ഉണ്ടാക്കുക, എത്ര മോളിക്കൂൾ ഉണ്ടായിരിക്കുക? അത്രയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? 1 ഗ്രാം മോൾ ഏതൊരു പദാർത്ഥത്തായാലും തുല്യ എണ്ണമാണ് അതിൽ ഉണ്ടായിരിക്കുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഏതളവിലാണ് നമുക്ക് ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് കൂട്ടിച്ചേർത്ത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ടത് എന്ന് നമുക്ക് അത് കണക്കൂട്ടി പറയാം. ഇത് ഈ ആറ്റംസ് ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റതാണെങ്കിലും അതിൽ എണ്ണം നിശ്ചയിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് കൃത്യമായ അളവിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത എലമെന്റ്സ് എടുക്കാനായിട്ട് കഴിയും. അതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ നമുക്ക് ആ ഫോർമുല നോക്കിയാൽ അറിയാം എങ്ങനെയാണ് കൂടിച്ചേരുക. ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നുണ്ടാകുന്നത് H2O ആണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നുണ്ടാകുന്നത് H2O ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? H-ഉം O-യും കൂടിച്ചേരുന്നത് എങ്ങനെയാണ്? ഇതിലാണ്. അപ്പോൾ ഇത് H2O ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് 2 ഓക്സിജൻ വേണം, 2 ഹൈഡ്രജൻ വേണം, 1 ഓക്സിജൻ വേണം. അപ്പൊ 2 ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിലുള്ള അംശബന്ധം 2:1 ആയിരിക്കും. 2 എണ്ണം വേണമെങ്കിൽ ഹൈഡ്രജൻ 2 എണ്ണം എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ 1 എണ്ണം എടുത്താൽ മതി അല്ലേ? അപ്പൊ തുല്യ എണ്ണം അല്ല ഉണ്ട്, ഇരട്ടി എണ്ണം ഉണ്ട് എന്നർത്ഥം അല്ലേ? ഇനി ഒരു മോൾ ഹൈഡ്രജൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു മോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ അതിൽ n എണ്ണം ഉണ്ടെങ്കിൽ, അതിൽ n എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അതിലെ എണ്ണം 1 അവഗാഡോ നമ്പർ. അവഗാഡോ നമ്പർ. നമുക്കറിയാം ഒരു മോളിൽ 1 അവഗാഡോ നമ്പർ ഉണ്ടാവുക. ഇതിന്റെ അനുപാതത്തിൽ എങ്ങനെയാണ്? 1 അവഗാഡോ നമ്പർ ഓക്സിജൻ ഉണ്ടെങ്കിൽ എത്ര? 1 അവഗാഡോ നമ്പർ, 2ൽ ഒരേ എണ്ണം മതി, പോരാ, ഇതിന്റെ ഇരട്ടി വേണം അല്ലേ? അപ്പൊ എത്ര അവഗാഡോ നമ്പർ വേണം? മോളിൽ ഉള്ള എണ്ണം 1 മോള്. അങ്ങനെയാണെങ്കിൽ H എത്ര അവഗാഡോ നമ്പർ വേണം? ഇതിലൊരു മോൾ എടുക്കുകയാണെങ്കിൽ 1 അവഗാഡോ നമ്പർ ഉണ്ടായിരിക്കുക. ഇതൊരു മോൾ എടുക്കുകയാണെങ്കിൽ 1 അവഗാഡോ നമ്പർ ഉണ്ടായിരിക്കുക. അപ്പോ എങ്ങനെയായിരിക്കും കൂടിച്ചേരുക? 2 അവഗാഡോ നമ്പറിന് നമ്മൾ എഴുതുന്നു. 2 അവഗാഡോ നമ്പർ ഹൈഡ്രജൻ ഈക്വൽ ഏത് ചേരും? 1 അവഗാഡോ നമ്പർ അല്ലേ? 2 അവഗാഡോ നമ്പർ ഹൈഡ്രജൻ, 1 അവഗാഡോ നമ്പർ
ഓക്സിജൻ ചേരുക അല്ലേ? അപ്പൊ എന്ത് വേണം നമ്മള്? ഇത് 2 മോൾ എടുത്താൽ എന്ന് വെച്ചാൽ ഇത് 2 അവഗാഡ്രോ നമ്പർ വേണമെങ്കിൽ 2 മോൾ എടുക്കണം അല്ലേ? 2 മോൾ ഹൈഡ്രജൻ എന്തായിട്ട് കൂടിച്ചേരും? 1 മോള് 1 മോള് ഓക്സിജനായിട്ട് ഓയായിട്ട് കൂടിച്ചേരും. അപ്പൊ നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ ഗ്രാം എടുക്കുകയാണെങ്കിൽ ഇത് അന്ന് വെച്ചാൽ 2 മോൾ കിട്ടണമെങ്കിൽ എന്താണ് 1 ഗ്രാം ആണ് ഹൈഡ്രജന്റെ ആറ്റമിക് മാസ് നമ്പർ. എത്രയാണ്? ആറ്റമിക് മാസിനെ സംബന്ധിച്ചത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഒരു മോൾ ഉണ്ട്. അപ്പൊ എത്ര മോൾ എടുക്കണത്? 2 ഗ്രാം. അപ്പൊ ഇത് 2 ഗ്രാം എടുക്കുക. 2 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഇതെത്ര? ഇതില് 1 ഗ്രാം അല്ല, 1 ഗ്രാം മോൾ എത്ര? ഇതിന്റെ എത്ര? ഓക്സിജന്റെ എത്രയാണ്? 16 ആണ്. ആറ്റമിക് മാസ് ഈ ഓക്സിജന്റെ ആറ്റമിക് മാസ് നമ്പർ 16 ആണ്. ആ 16 ഗ്രാമാണ് 1 മോൾ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ഗ്രാം എടുക്കണത്? 16. അപ്പോ 2 ഗ്രാം ഹൈഡ്രജനും 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടി ചേർന്ന് എത്ര ഗ്രാം ഇത് കിട്ടും? നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 18 ഗ്രാം വെള്ളം കിട്ടും. മനസ്സിലായ? അപ്പൊ നമുക്ക് കണക്ക് കൂട്ടിയിട്ട് നമുക്ക് എത്ര ഗ്രാം ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. ഇതിലൊരു 3 ഗ്രാം ഹൈഡ്രജൻ എടുത്തു വല്ല കാര്യം ഉണ്ടാ? ഇല്ല. അതില് ഇത് 2 ഗ്രാം ഇതിലേക്ക് 16 ചേരാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കി എടുത്തത് വേസ്റ്റ് ആയിപ്പോവും. അപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് നോക്കുക, ഇതൊരു 2 ഗ്രാം എന്നുള്ളിടത്ത് 2 ടൺ എടുത്താൽ 2 ടൺ ഹൈഡ്രജൻ എടുത്താൽ എത്ര ടൺ എന്തെടുക്കേണ്ടി വരും? അതിന് 16 അല്ലേ? 16 ടൺ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ 18 ടൺ നമുക്ക് എന്തിട്ടാൻ പറ്റും? ടോട്ടല് H2O ഉണ്ടാക്കാനായിട്ട് കഴിയും. അങ്ങനെ നമുക്ക് ഇതിന്റെ പ്രയോഗം അങ്ങനെയാണ്. മോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലായ? ഇതേപോലെ നമുക്ക് നിങ്ങൾ വേറൊന്ന് പറയാം. ഇപ്പൊ കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. കാർബണിന്റെ ആറ്റമിക് മാസ് നമ്പർ അറിയോ? കാർബണിന്റെ ആറ്റമിക് മാസ് 12, ഓക്സിജന്റെ 16. ഇതെന്താണ് സാധനം വെച്ചാൽ ആറ്റോമിക് മാസ് നമ്പർ. അത് 12 ആണ്. ഇതിന്റെ 16 ആണ്. ഇതിന് 12, ഇതിന്റെ 16. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാ കൂടിച്ചേരുക? കാർബൺ ഓക്സിജനും ഇത് ഒരു കാർബൺ ആറ്റാണെങ്കിൽ എന്ത് വേണം? അത് 2 കാർബൺ ആയിട്ട് എന്ന് വെച്ചാല് ഒരു മോൾ കാർബണാറ്റ് എടുക്കുമ്പോ 2 മോൾ ഓക്സിജൻ വേണ്ടി നിർത്തും. എന്നാലും അത്ര എണ്ണല്ലേ, ഇരട്ടി എണ്ണല്ലേ വേണ്ടത്. അപ്പൊ 2 മോൾ ഓക്സിജൻ വേണം. ഇതിൽ നമുക്ക് ചുരുക്കി പറയാൻ വെച്ചാല് കാർബൺ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് 2 മോൾ കാർബൺ അല്ല, 2 മോൾ അല്ല, 1 മോൾ കാർബൺ അല്ലേ? അതിന്റെ കൂടെ ഓക്സിജൻ 2 മോള് വേണം അല്ലേ? 2 മോൾ ഇത് വേണം. അപ്പോ 2 മോൾ വരണമെങ്കിൽ ഇതില് 12 ആയത് കൊണ്ടുണ്ട് 1 മോൾ എന്ന് വെച്ചാൽ 12 ഗ്രാം ആയിരിക്കും അല്ലേ? അത് 12 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഇത് എത്ര ഇത് വേണം? ഇതിന്റെ 16 ഗ്രാം 1 മോള് 32 ഗ്രാം എടുക്കണം അല്ലേ? 12 ഗ്രാം എടുക്കുകയാണെങ്കിൽ 32 ഗ്രാം. ഇനി 12,000 ഗ്രാം എടുക്കുകയാണെങ്കിൽ എത്ര വരിക? അവിടെ 32,000 ഗ്രാം എടുക്കണം. എന്ന് വെച്ചാൽ 12 കിലോ എടുക്കുകയാണെങ്കിൽ, കിലോ മോൾ എടുക്കുകയാണെങ്കിൽ 32 കിലോ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരാണ്ടിരിക്കും അല്ലേ?
ഒരു 13 കിലോ കാർബൺ വല്ല കാര്യമില്ല കൂടിച്ചേരില്ല. അങ്ങനെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 32 4 44 കിലോ ഉൽപ്പന്നം കാർബൺ ഡൈ ഓക്സൈഡ് ടോട്ടൽ 44 കിലോ 44 കിലോ ഉൽപ്പന്നം കിട്ടും. മനസ്സിലായ? ഇതാണ് ഈ ഏതിന്റെ നമുക്ക് മോളിന്റെ ഉപയോഗം. അല്ലാതെ നമുക്കിത് എണ്ണി നോക്കാൻ പറ്റില്ല. കാർബണിന്റെ ആറ്റൊക്കെ എണ്ണി എടുക്കാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കടുകുമണി തന്നെയാണ് എണ്ണി എടുക്കാൻ പറ്റില്ല. പിന്നെ ഉണ്ടോ കണ്ണുകൊണ്ട് കാണാത്ത കാർബണൊക്കെ എണ്ണിയിട്ട്? അപ്പൊ എണ്ണാതെ എണ്ണുന്ന ഒരു രീതിയാണ് എന്ത് ഇത്. ഇങ്ങനെയാണ് എന്ത് നമ്മുടെ ലാബിലും ഫാക്ടറികളിലൊക്കെ ഏതളവിലാണ് ഉൽപ്പന്നങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എടുക്കുക. മനസ്സിലായോ? അങ്ങനത്തെ ഇതിന്റെ ഉപയോഗം. മോളിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയൊക്കെ ബേസിക് ഉണ്ടെങ്കിൽ നമുക്ക് +1 ഫുൾ കെമിസ്ട്രി മനസ്സിലാക്കാൻ ബേസിക്കായി. അതുകൊണ്ട് നിങ്ങൾ അത് ഇതുവരെ ഇപ്പം ഞാൻ എടുത്ത എല്ലാ ക്ലാസ്സിലും കണ്ട് ഇതായി കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പത്തിൽ ഇനിയുള്ള പാഠങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇതോടുകൂടി എൻ്റെ ഈ ബേസിക് കെമിസ്ട്രി +1 ബേസിക് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് പിന്നെയും കാണാം. നന്ദി, നമസ്കാരം, ബൈ.